നമസ്കാരം. മുഖ്യന്റെ ഹുങ്കിന്റെ കൊമ്പൊടിച്ചുകൊണ്ട് VT ബൽറാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു തരത്തിൽ സർക്കാർ നടത്തിവരുന്ന അഴിമതിയും ധൂർത്തും അക്കമിട്ട് നിരത്തി പിണറായിയെ ബൽറാം പഞ്ഞിക്കിട്ടു എന്ന് വേണം പറയാൻ. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പണം ധൂർത്തിന്റെ കഥകൾ കേട്ടത് ഒക്കെയും മുഖ്യന്റെയും മറ്റു മന്ത്രിമാരുടെയും പ്രമോഷന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ തള്ളുന്ന പണത്തിന്റെ കണക്കാണ്. കാര്യം കേരളത്തിലെ മുഖ്യനാണെങ്കിലും പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട നികുതി ഇനത്തിലും മറ്റും പിരിച്ചെടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ ചിലവാക്കുന്നതെന്നോർക്കണം. അല്ലാതെ മുഖ്യനും മന്ത്രിമാരും കൊണ്ടുവന്ന കുടുംബസ്വത്തല്ല. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചാണ് ഇത്തവണ കോൺഗ്രസ് മുൻ MLA VT ബൽറാം രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റഗ്രാം പേജുകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് വന്നിരിക്കുന്നതെന്ന് ബൽറാം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ടീമിലെ 12 പേരിൽ ടീം ലീഡറുടെ ശമ്പളം 75,000-ൽ നിന്ന് 78,500 വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നും ബൽറാം ആരോപിക്കുന്നുണ്ട്. ബാക്കി 7 പേർക്കും 50,000-ൽ കൂടുതൽ മാസശമ്പളം ഉണ്ട് എന്ന് ബൽറാം പറയുന്നു. ഒരു ഉളുപ്പുമില്ലാതെ 12 DYFIക്കാർക്ക് ഖജനാവിലെ പണം വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ VT ബൽറാം തുറന്നടിച്ചു. മുഖ്യന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേതും മറ്റുമായുള്ള ലിങ്കുകൾ പങ്കുവച്ചുകൊണ്ട് ബൽറാം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മലയാളികളായ നികുതിദായകർ ദയവായി ഇതൊന്ന് പരിശോധിക്കുക. ഫേസ്ബുക്കിൽ പിണറായി വിജയന്റേതായി ഇന്ന് നിലമ്പൂരിലെ 2 ഇലക്ഷൻ പരിപാടികളുടെ വീഡിയോ ഉണ്ട്. ഇന്നലെ ആകെയുള്ളത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള 4 വരി പോസ്റ്റ്. അതിനു മുന്നത്തെ ദിവസം തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച സുപ്രധാന ചുവടുവയ്പിന്റെ പോസ്റ്റ്. അതിനു മുൻപ് ചരക്കുകപ്പൽ തീരത്തണഞ്ഞതിലെ സന്തോഷ പോസ്റ്റ്. അതിന് 2 ദിവസം മുൻപ് ഒറ്റ പോസ്റ്റുമില്ല. അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ, അതായത് 7 ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് 5 ഫേസ്ബുക്ക് പോസ്റ്റ്. ചീഫ് മിനിസ്റ്ററുടെ പേരിലുള്ള മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ ഈ കാലയളവിൽ 2 പോസ്റ്റുകൾ മാത്രമാണുള്ളത്. ഇനി എക്സിൽ നോക്കിയാൽ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ വെറും 4 ട്വീറ്റ് മാത്രം. ഇൻസ്റ്റയിൽ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് നേരത്തെ ഫേസ്ബുക്കിലിട്ട ആ കപ്പൽ പോസ്റ്റ് മാത്രം. CMO കേരള എന്ന ഔദ്യോഗിക ഇൻസ്റ്റാ പേജിലാകട്ടെ മെയ് 28-ന് ശേഷം ഒറ്റ പോസ്റ്റ് പോലുമില്ല. യൂട്യൂബിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഔദ്യോഗിക ചാനൽ ഉണ്ടോ എന്നറിയില്ല. സെർച്ച് ചെയ്യുമ്പോൾ മറ്റു മാധ്യമങ്ങളിലെ പിണറായി വാർത്തകൾ മാത്രമാണ് വരുന്നത്. ഇതിവിടെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിപാലിക്കുന്നതിനാവശ്യമായ മനുഷ്യ വിഭവശേഷി വിഭാഗത്തിന്റെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എന്താണിവർ ചെയ്യുന്ന പണി എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ബാക്കി തുടരുന്നു. പേരിന് പോലും ഒരൊറ്റ സ്ത്രീ ഇല്ലാതെ മൊത്തം 12 പുരുഷന്മാരാണ് ഈ മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലുള്ളത് എന്നും അതിലെ ടീം ലീഡറുടെ ശമ്പളം നിലവിലെ 75,000-ൽ നിന്ന് ഇനി മുതൽ 78,500 വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ബൽറാം പറയുന്നു. ബാക്കിയുള്ളവരിൽ 7 പേർക്കും 50,000-ൽ കൂടുതൽ മാസശമ്പളവുമുണ്ട്. മറ്റു 3 പേർക്ക് അതിനോടടുത്ത പ്രതിഫലവും. ഇവർ എല്ലാവരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പറയുന്ന 12 പേരെയും 2022 മെയ് മാസം മുതൽ 6 മാസ കാലയളവിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ളവരാണ്. പിന്നീട് പല അവസരങ്ങളിലായി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് സർക്കാർ. ഒരു മര്യാദയും ഉളുപ്പുമില്ലാതെ ഖജനാവിലെ പണമെടുത്ത് 12 DYFIക്കാർക്ക് വർഷങ്ങളായി വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് സാരം. ഈ ശമ്പളത്തിന്റെ വിഹിതം ലെവിയായി CPM പാർട്ടി ഫണ്ടിലും എത്തുന്നുണ്ടാകും. ഏതായാലും ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചെലവുകളെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിനും ടാലിക്കും വേണ്ടി വീണ വിജയനും എക്സാലോജിക്കും കരിമണൽ കർത്തായിൽ നിന്ന് മാസം തോറും 8 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ചിലവ് അത്ര കണ്ട് ദിവസം പ്രതി കൂടി വരികയല്ലേ. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി മുഖ്യന്റെ മരുമകൻ ചെലവാക്കുന്ന കോടികൾ കണ്ടാൽ കണ്ണു തള്ളിപ്പോകും. അമ്മായി അച്ഛനെയും പിന്നിലാക്കി മരുമകന്റെ ജൈത്രയാത്ര ഇക്കാര്യത്തിൽ തുടരുകയാണ്. ഖജനാവിന്റെ കണക്ക് എപ്പോഴും കമ്മി ബജറ്റിൽ തന്നെയാണെങ്കിലും മന്ത്രിസഭയുടെ ധൂർത്തിന്റെ കണക്കു പുസ്തകത്തിൽ ഇനി പേജില്ലാത്ത അവസ്ഥയാണ്. സാധാരണക്കാർ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി സർക്കാരിനോട് നിരന്തരം പോരാട്ടം നടത്തുമ്പോൾ സർക്കാർ പൊടിച്ചുകളയുന്ന കാശ് ജനങ്ങളുടേത് തന്നെയാണെന്ന് മറക്കേണ്ട.
വോട്ട് പിടിക്കാൻ സാധാരണ ജനങ്ങൾക്ക് വലിയ മീൻ പിടിക്കാൻ ചൂണ്ടയിൽ ചെറുമീൻ കൊളുത്തി കൊടുക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളും ചെറിയ ആനുകൂല്യങ്ങളും കിറ്റുമൊക്കെ കൊടുത്തിട്ട് ഒടുവിൽ കൈമലർത്തി കാണിക്കാൻ ഇനിയും സർക്കാർ അധികാരത്തിൽ വരട്ടെ, ഭരിച്ച് മുടിക്കട്ടെ.